Welcome to Mahimas cooking class. In this video, I will share Rava Idli and onion chutney recipe. Rava Idli is a bowl. This bowl is a quantity. This bowl is a cup rava. 1/4 teaspoon heaped uppu. This is a cup തൈര്. Room temperature. ഫ്രിഡ്ജിലിരിക്കുന്ന തൈര് കുറച്ച് നേരം ഒന്ന് പുറത്ത് വെക്കുക, അരമണിക്കൂർ പുറത്ത് വെച്ച ശേഷം ഉപയോഗിക്കുക. 1/2 കപ്പ് തൈര് ചേർത്തു, ഇതൊന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് ഇതിനെ ഒന്ന് ഡൈല്യൂട്ട് ചെയ്യാനായിട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർക്കാം. ഞാൻ ഇപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളം ചേർത്തു. എപ്പോഴും നമ്മൾ സാധാരണ ഇഡ്ഡലി ബാറ്റർ ഉണ്ടാക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടേ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും തിക്കായ കുറച്ചും കൂടെ വെള്ളം ചേർക്കേണ്ടി വരും. ഇപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. 10 മിനിറ്റിന് ശേഷം ഇതിലേക്ക് ഒരു 1/8 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂണിൻ്റെ പകുതി മിക്സ് ചെയ്യുക. ഒത്തിരി തിക്കായെന്ന് തോന്നിയാൽ കുറച്ചും കൂടെ വെള്ളം ചേർക്കാം. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു നമ്മൾ സാധാരണ ഇഡ്ഡലിക്ക് എടുക്കുന്ന ബാറ്ററിൻ്റെ ഒരു തിക്നെസ് ഉണ്ടാവും. ഇനി നമുക്ക് ഇഡ്ഡലി തട്ടിൽ ഒഴിച്ച് സ്റ്റീം ചെയ്യാനായിട്ട് വെക്കാം. ഇച്ചിരി നല്ലെണ്ണ ബ്രഷ് ചെയ്യുക. ഈ ഒരു തട്ടിൽ ഇതുപോലെ ഒഴിക്കുക. ഈ അളവെന്ന് പറഞ്ഞാൽ 8-9 ഇഡ്ഡലിക്കുള്ള അളവേ ഉണ്ടാവുള്ളൂ. തലേദിവസം ദോശ ബാറ്റർ ഒന്നും അരച്ച് വെച്ചിട്ടില്ലെങ്കിൽ, സാധാരണ ഉണ്ടാക്കുന്ന പോലെ ഉഴുന്നും അരി അരച്ച് വെച്ചിട്ടില്ല എങ്കിൽ എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയൊരു ഇഡ്ഡലിയാണിത്. ഈ അളവിൽ ഒരു 8 ഇഡ്ഡലി കിട്ടി. ഞാൻ ഈ ഒരു പോട്ടിൽ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ട് തിളയ്ക്കുമ്പോൾ നമ്മുടെ ഇഡ്ഡലി തട്ടങ്ങോട്ട് വെച്ച് നന്നായിട്ട് സ്റ്റീം ചെയ്തെടുക്കാം. വെള്ളം നന്നായിട്ട് തിളച്ചു. നമുക്ക് ഇഡ്ഡലീസ് സ്റ്റീം ചെയ്യാനായിട്ട് വെക്കാം. അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിൽ തന്നെ ഒരു 8 തൊട്ട് 10 മിനിറ്റ് വരെ സ്റ്റീം ചെയ്തെടുക്കാം. 8 മിനിറ്റോളം സ്റ്റീം ചെയ്തു. ഇനി ഇത് ഓഫ് ചെയ്യാം. അപ്പോൾ ഇഡ്ഡലി പെട്ടെന്ന് ചൂടോടെ തന്നെ നമ്മൾ എടുക്കും. ചെറുതായിട്ടൊന്ന് വെള്ളം സ്പ്രിങ്കിൾ ചെയ്താൽ എടുക്കാൻ എളുപ്പമാണ്. നമ്മുടെ ഇഡ്ഡലി റെഡിയായി. ഇനി ഇഡ്ഡലിയുടെ കൂടെ വളരെ സിമ്പിളായിട്ടുള്ളൊരു ചട്നിയാണ് ഉണ്ടാക്കുന്നത്, അണിയൻ ചട്നി. ഈ അണിയൻ ചട്നി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് റഫായിട്ട് ചോപ്പ് ചെയ്തേക്കുന്നത്, വലിയ ചങ്ക്സായിട്ട് ചോപ്പ് ചെയ്തേക്കുന്നത് ഒരു മീഡിയം സവോളയും ഒരു ചെറിയ സവോളയും എടുത്തേക്കുന്നത്. ഉപ്പ് ആവശ്യത്തിന്, ഒരു ചെറിയ കഷ്ണം പുളി
ചെറിയൊരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി, 2 ടേബിൾ സ്പൂൺ തേങ്ങ. തേങ്ങ വളരെ കുറച്ചേ ഉള്ളൂ ഇതിനകത്ത്. ഇവിടെ കുറച്ച് മുളക് എടുത്തിട്ടുണ്ട്. ഞാനൊരു 8 മുളക് എടുത്തേക്കുന്നത്. എരിവ് അനുസരിച്ച് ഉപയോഗിക്കാം. ഞാനൊരു പകുതി കാശ്മീരി ചില്ലിയും പകുതി സാധാരണ എരിവുള്ള മുളക് ഉപയോഗിച്ചേക്കുന്നത്. അതിൻ്റെ വെള്ളത്തോടുകൂടെ ഇതാദ്യം ഒരു ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെക്കുക. എന്നിട്ട് ആ വെള്ളത്തോടുകൂടെ തന്നെ അരയ്ക്കുക. ഉരുക്കിയ ശർക്കര 1 ടീസ്പൂൺ നിറച്ച്. ഇതിന് പകരം കരിപ്പട്ടി ശർക്കരയുടെ ഒരു കഷ്ണം ഇട്ടാലും മതി. ഇതെല്ലാം കൂടെ നന്നായിട്ട് അരച്ചെടുക്കുക. നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ചെടുത്തു. എപ്പോഴും മുളക് ചേർക്കുമ്പോൾ അവരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ചേർക്കുക. എരിവ് പാകത്തിന് ചേർക്കുക. ഇച്ചിരി എരിവുള്ള ചട്നി ആയിട്ടാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പം മുളക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അടുത്തായിട്ട് കടുക് പൊട്ടിക്കാനായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് കടുക് പൊട്ടിക്കാനായിട്ട് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നല്ലെണ്ണയോ യൂസ് ചെയ്യാം. 2 ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക്, ഒരു ചുമന്നുള്ളി സ്ലൈസ് ചെയ്തിവിടെ ചേർക്കാം. ചുമന്നുള്ളി ഒന്ന് ബ്രൗൺ ആയി വരുമ്പോൾ കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഇതിലേക്ക് ഒരു നുള്ള് കായംപൊടി ചേർക്കുക. ഓഫ് ചെയ്യാം. ചൂടോടെ തന്നെ നമ്മൾ ഈ അരച്ച് വെച്ചേക്കുന്ന മിക്സ്ചറിൻ്റെ പുറത്തേക്ക് ഒഴിക്കുക. സോഫ്റ്റ് ആയിട്ടുള്ള റവ ഇഡ്ലിയും അണിയൻ ചട്നിയും റെഡിയായി. ഇത് നോക്കിക്കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ഇഡ്ലിയാണ്. ഇതിൻ്റെ ടെക്സ്ചർ കണ്ടു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ഇഡ്ലിയാണ്. അപ്പോൾ ഇത് നമുക്ക് അരി കഴിക്കാൻ പറ്റാത്തവർക്കൊക്കെ നല്ലൊരു ഓപ്ഷനാണ്. നമ്മൾ അരി ചേർക്കുന്നില്ലല്ലോ, റവയും മാത്രമാണല്ലോ ഉപയോഗിക്കുന്നത്. റവയും തൈരും ഒക്കെയാണ് നമ്മൾ ചേർത്തേക്കുന്നത്. അപ്പം അത് കൂടാതെ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്യാതെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ഓപ്ഷനാണ് റവ ഇഡ്ലി. അപ്പോൾ നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. നല്ല വീഡിയോസിനായിട്ട് സ്റ്റേ ട്യൂൺ ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്.